എൻ്റെ കുഞ്ഞെ, തളരരുത്. കാരണം ഈ യാത്ര ധീരന്മാർക്കുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിനായി ഞാൻ നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. എൻ്റെ പദ്ധതി ഞാൻ നിനക്ക് വ്യക്തമാക്കി തരുന്നു. നിന്റെ ഓരോ ചുവടിലും ഞാൻ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ പ്രതിസന്ധികളെ മറികടക്കാം. തടസ്സങ്ങൾ ചാടിക്കടന്ന് വെല്ലുവിളികളെ തോൽപ്പിക്കാം. നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും, ഒരിക്കലും പിന്മാറില്ല. കാരണം വലിയ കാര്യങ്ങൾ ചെയ്യാനായി വിളിക്കപ്പെട്ടവനാണ് നീ. നീ ഇവിടെയുള്ളത് ഒരു യാദൃശ്ചികതയല്ല. നീ ജനിക്കുന്നതിനു മുൻപേ, തുടക്കം മുതൽക്കേ എൻ്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ട്. ആരംഭം മുതലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ വഴികാട്ടുന്ന വെളിച്ചം നീ കാണുന്ന ആ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുമ്പോൾ നീ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. എനിക്ക് വേദനിച്ചപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് നീ ചിന്തിച്ചേക്കാം. എന്നാൽ ഇത് നീ അറിയണം, എന്നെ വിശ്വസിക്കൂ. നിന്റെ വേദനകൾ മാറ്റാനും മുറിവേൽപ്പിച്ച ഭൂതകാലത്തെ മായ്ച്ചു കളയാനും എനിക്ക് കഴിയും. എൻ്റെ സ്നേഹം അത്രമാത്രം ശക്തമാണ്. അത് നിന്റെ എല്ലാ തെറ്റുകളെയും എടുത്തുമാറ്റിയിരിക്കുന്നു. നിനക്ക് സങ്കടം നൽകുന്ന ആ പഴയ ഓർമ്മകളെ നീ മറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നീ വിഷമിക്കരുത്. അത് നിന്റെ വേദന കൂട്ടുകയേയുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നതാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നിന്നെ തേടി വരുന്നുണ്ട്. നിന്റെ സ്വപ്നങ്ങൾ സത്യമാകും. നീ നിന്റെ ലക്ഷ്യങ്ങളിലെത്തും. നിന്റെ കുടുംബം വീണ്ടും സന്തോഷിക്കുന്നത് നീ കാണും. പഴയതുപോലെ ശക്തനും ഊർജ്ജസ്വലനുമായി നിനക്ക് അനുഭവപ്പെടും. മുന്നോട്ടു നോക്കൂ, അവിടെയാണ് അനുഗ്രഹങ്ങൾ വളരുന്നത്. നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു. പഴയ മുറിവുകളെ മറന്നേക്കൂ. അവ മാഞ്ഞു പോയിരിക്കുന്നു. നിന്റെ തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ ഇനി ആരോടും കടപ്പെട്ടവനല്ല. ചിലർ നിന്നെ അംഗീകരിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുമില്ലെങ്കിൽ നിന്റെ യഥാർത്ഥ മൂല്യം കാണുന്ന പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താൻ സമയമായി. എൻ്റെ ആത്മാവ് നൽകുന്ന ദയയെയും സ്വാതന്ത്ര്യത്തെയും ആരും അപമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ തളർത്തുന്ന സാഹചര്യങ്ങളിൽ നീ നിൽക്കരുത്. എന്നെ മാത്രം കേൾക്കുക. നിന്നെ നിയന്ത്രിക്കാൻ എൻ്റെ വാക്കുകളെ ദുരുപയോഗം ചെയ്യുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. നീ സ്വതന്ത്രനാണ്. തടവറയാണെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കുക. നിന്റെ മക്കൾക്കും സംരക്ഷണം ആവശ്യമാണ്. അത്തരം സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുക. ഈ മുന്നറിയിപ്പിന് നീ എന്നോട് നന്ദി പറയും. ഞാൻ നിന്നെ എത്രമാത്രം കരുതുന്നുവെന്ന് ഇന്ന് നീ തിരിച്ചറിയും. എന്നാൽ നിന്നെ ശരിയായി പരിഗണിക്കാത്തവരുടെ കൂടെ തുടരാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ നീ മാറാൻ തയ്യാറാകാതെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നിന്റെ ഭാഗം നീ ചെയ്യുക. നീ ബുദ്ധിമാനും ഉത്തരവാദിത്തമുള്ളവനുമാണ്. വേദനയുടെയും അപമാനത്തിൻ്റെയും വിഷമവത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്നിടത്തോളം നിന്റെ ജീവിതവും കുടുംബവും കഷ്ടപ്പെടും. അത്തരം കഷ്ടപ്പാടുകൾ നീ അർഹിക്കുന്നില്ല. നീ എൻ്റെ കുഞ്ഞാണ്. എൻ്റെ സ്വന്തം രക്തം നൽകി ഞാൻ നിന്നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. ഇനി ഞാൻ നിനക്കു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് ആഗ്രഹമുള്ളതെന്തും എന്നോട് ചോദിക്കൂ. എന്നെ വിളിക്കൂ. നിന്റെ ഭാവനയ്ക്കുമപ്പുറമുള്ള അത്ഭുതങ്ങളുമായി ഞാൻ മറുപടി നൽകും. പക്ഷെ പറയൂ, നീ എന്നെ വിശ്വസിക്കുമോ? നീ ഒരേ സ്ഥലത്തു തന്നെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അനുഗ്രഹങ്ങൾ പെയ്യുന്ന, സമൃദ്ധി ഉറവെടുക്കുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് നീ വരിക. എൻ്റെ പ്രിയ കുഞ്ഞെ, എൻ്റെ എല്ലാ സ്നേഹത്തോടും കൂടെ ഞാൻ പറയുന്നു, ഞാൻ നിന്നെ കാണുന്നതുപോലെ നീ നിന്നെ കണ്ടിരുന്നെങ്കിൽ, ഈ അമാനുഷിക ലോകം നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നീ മുട്ടുകുത്തി നിന്ന് നിന്റെ വിശ്വസ്തതയാലും സമയം കൊണ്ടും പുഞ്ചിരി കൊണ്ടും എന്നോട് നന്ദി പറയുമായിരുന്നു. നിന്നെ പിടിച്ചു നിർത്തുന്ന ബന്ധനങ്ങളെ തകർക്കുക. എൻ്റെ ശബ്ദം നിന്റെ ആത്മാവിൽ നൽകുന്ന ധൈര്യത്താൽ നീ ശക്തനാണ്. എൻ്റെ ത്യാഗത്തിലൂടെയും ഉയിർത്തെഴുന്നേൽപ്പിലൂടെയും നീ ഇതിനകം വിജയിച്ചു കഴിഞ്ഞുവെന്നു നീ മനസ്സിലാക്കും. എൻ്റെ വാതിലുകൾ എപ്പോഴും നിനക്കായി തുറന്നിട്ടിരിക്കുകയാണ്. നന്ദിയുള്ള, താഴ്മയുള്ള ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കൂ. എനിക്ക് മാത്രം നൽകാൻ കഴിയുന്ന സ്നേഹം ഞാൻ നിനക്ക് കാണിച്ചു തരാം. വിശ്വാസം നിറഞ്ഞ കണ്ണുകളോടെ എൻ്റെ നേരെ നോക്കൂ. നീ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എൻ്റെ ശക്തിയിലേക്ക് നിനക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അത് ഞാൻ വാഗ്ദാനം ചെയ്തതാണ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. മാധുര്യം കൊണ്ടും ഏറ്റവും നല്ല വിഭവങ്ങൾ കൊണ്ടും ഞാൻ നിന്നെ പോഷിപ്പിക്കും. തളർന്നു പോകരുത്, കാരണം നിനക്ക് വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. നിന്നോടുള്ള എൻ്റെ സ്നേഹം അത്രയ്ക്ക് വലുതും ആഴമേറിയതുമാണ്. ഇപ്പോൾ നിനക്കത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയില്ലായിരിക്കാം, എങ്കിലും അതിൽ വിശ്വസിക്കുക. ഞാൻ ഒരിക്കലും നിന്നെ വഞ്ചിക്കില്ലെന്നും എപ്പോഴും കൂടെയുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ നടക്കുക. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ പറയുന്നു, ഞാൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. നീ ഇനിയും വേദനിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
നീ കടന്നുപോകുന്ന പ്രയാസകരമായ സമയങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ശക്തി തീർന്നു പോകുന്നതായി നിനക്ക് തോന്നുന്നുണ്ടാകാം. വേദനകൾ മറച്ചുവെച്ച് ശക്തനായി കാണിക്കാൻ നീ ശ്രമിക്കുന്നു. എന്നാൽ നീ നിന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. കണ്ണാടിയെ നീ കബളിപ്പിച്ചേക്കാം, എന്നാൽ നിന്റെ യഥാർത്ഥ വ്യക്തിത്വത്തെയും ആത്മാവിനെയും ഹൃദയത്തെയും ഞാൻ കാണുന്നു. നിന്റെ വിഷമങ്ങൾ എന്നോട് പങ്കുവെക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്നത് എന്താണ്? ധൈര്യമായി എന്റെ അടുക്കൽ വരൂ. നിന്റെ ഓരോ കണ്ണുനീർത്തുള്ളിയും ഞാൻ തുടയ്ക്കും. നിന്നെ ഞാൻ ഉയർത്തും. സംശയിക്കുന്നത് നിർത്തൂ. നിന്റെ ആകുലതകൾ എനിക്ക് തരൂ. ഞാനത് വഹിച്ചുകൊള്ളാം. എന്റെ കുഞ്ഞായിരിക്കുന്നതിൽ വലിയ അനുഗ്രഹങ്ങളുണ്ട്. അത് നിന്നെയും നിന്റെ കുടുംബത്തെയും ആഴത്തിൽ സ്പർശിക്കും. എന്റെ വാഗ്ദാനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറുമ്പോൾ നീ സന്തോഷവും സമാധാനവും അനുഭവിക്കും. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപിരിയില്ല. എന്റെ ദൂതന്മാർ നിനക്ക് കാവൽ നിൽക്കും. ഓരോ പ്രഭാതത്തിലും എന്നെ വിളിച്ചപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. എന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി അത് മാറുന്നത് നീ കാണും. അപ്രതീക്ഷിതമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാൽ എന്നോട് സംസാരിക്കൂ. ശരിയായ തീരുമാനമെടുക്കാൻ ഞാൻ നിനക്ക് വെളിച്ചം നൽകും. നിനക്ക് ആവശ്യമായ ജ്ഞാനവും അടയാളങ്ങളും ഞാൻ നൽകും. നിനക്ക് ഏറ്റവും മികച്ചത് വരണമെന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം നീ അത് അർഹിക്കുന്നു. നിന്റെ ഹൃദയം എന്നോട് വിശ്വസ്തമായിരിക്കുന്നിടത്തോളം, നല്ല ഉദ്ദേശ്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നിടത്തോളം, നീ ചോദിക്കുന്നത് എന്റെ ഹിതപ്രകാരം നിനക്ക് ലഭിക്കും. നീ സർവശക്തനായ ദൈവത്തിന്റെ കുഞ്ഞാണ്. ഞാൻ വിശ്വസ്തയോടെ നിന്റെ കൂടെയുണ്ട്. അതിനാൽ ആർക്കും നിനക്കെതിരെ നിൽക്കാനോ നിന്നെ ഉപദ്രവിക്കാനോ കഴിയില്ല. സ്നേഹത്തോടെ ഓരോ ചുവടിലും ഞാൻ നിനക്ക് വഴികാട്ടും. എന്റെ നാമത്തിൽ നീ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. സമൃദ്ധിയും വിജയവും നീ അനുഭവിക്കും. നിന്റെ ഭാവിയെ കാണാനും തീരുമാനിക്കാനും എനിക്ക് മാത്രമേ കഴിയൂ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ പരിശ്രമങ്ങൾ ഫലം കാണും. കാരണം നിന്റെ ദൈവമായ ഞാൻ എപ്പോഴും കൂടെയുണ്ട്. അനർത്ഥങ്ങൾ നിന്റെ ഭവനത്തിലെത്തുകയില്ല. എന്റെ സാന്നിധ്യം നിന്നെ ചുറ്റി നിൽക്കുന്നു. ദോഷകരമായ ആത്മാക്കളെയും രോഗങ്ങളെയും വെറുപ്പിനെയും അത് അകറ്റി നിർത്തും. നിന്റെ കുടുംബം എന്റെ പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണയിലാണ്. എന്റെ വിശ്വസ്തതയുടെ വാഗ്ദാനം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അത് എന്നെന്നും നിലനിൽക്കും. ഓർക്കുക, നിന്റെ വിശ്വാസം ഒരു കടുകുമണിയോളം ചെറുതാണെങ്കിലും അത് വളർന്ന് വലിയ മരമാകും. നീ എത്ര ഉയരത്തിൽ വളരുമെന്ന് എനിക്കറിയാം. എന്റെ നാമത്തിൽ മലകളോട് മാറിപ്പോകാൻ കൽപ്പിച്ചാൽ അവ അനുസരിക്കും. എന്നെ ഒരിക്കലും സംശയിക്കരുത്. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ തനിയെ വിടില്ല. ഞാൻ നിന്നെ എന്നെന്നും സ്നേഹിക്കും. നിന്റെ വികാരങ്ങളും ചിന്തകളും പ്രവൃത്തികളും എനിക്കറിയാം. എന്റെ എല്ലാ സ്നേഹവും നീ അർഹിക്കുന്നു. എന്നേക്കാൾ നന്നായി ആരും നിന്നെ അറിയുന്നില്ല. കാരണം ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. എല്ലാ പകയും പ്രതികാരചിന്തയും ഉപേക്ഷിക്കുക. നിന്നെ വേദനിപ്പിച്ചവർക്ക് എന്റെ വഴി കണ്ടെത്താനായി നീ അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ എന്റെ വചനമില്ല, എന്നാൽ അവരെ എനിക്ക് വിട്ടുതരിക. ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഞാൻ അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും സത്യം വെളിപ്പെടുത്തുകയും ചെയ്യും. നിസ്സാര കാര്യങ്ങൾക്കായി സമയം കളയരുത്. എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. നീ ജനിക്കുന്ന നിമിഷം മുതൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ വളരുന്നതും സഹിച്ചതുമെല്ലാം ഞാൻ കണ്ടു. സംശയമില്ല, നീ വളരെ ധീരനാണ്. മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകാൻ ഞാൻ ഇവിടെയുണ്ട്. എന്നിൽ വിശ്വസിക്കൂ. വിശ്വാസം മുറുകെ പിടിക്കൂ. നിന്റെ ജീവിതം ഞാൻ പൂർണ്ണമായും മാറ്റും. പഴയ മുറിവുകൾ ഉണങ്ങുന്നതും ഇനി നീ കഷ്ടപ്പെടാത്തതും നീ കാണും. ഇന്ന് നിന്റെ ദിവസമാണ്. ഇത് നിന്റെ നിമിഷമാണ്. കൈകൾ ഉയർത്തി ഹൃദയം എനിക്ക് സമർപ്പിച്ച് വീണ്ടും ജീവിച്ചു തുടങ്ങൂ. സന്തോഷം കൊണ്ട് നിറയൂ. കാരണം ഈ വർഷം നിന്റെ ജീവിതം മാറ്റിമറിക്കും. ഞാൻ ഇന്ന് നൽകുന്ന ഈ സ്നേഹം നീ മുറുകെ പിടിക്കുമെങ്കിൽ നിന്റെ എല്ലാ ഭയങ്ങളെയും ഞാൻ മാറ്റിക്കളയും. നീ നേരിടുന്ന എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഓരോ കഷ്ടപ്പാടിനും ശേഷം നല്ലത് കാത്തിരിക്കുന്നുവെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിന്നെ കാണുന്നതുപോലെ നീ നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നീ ജയിച്ചാലും തോറ്റാലും നിന്നോടുള്ള എന്റെ സ്നേഹം വലുതായിക്കൊണ്ടേയിരിക്കും. നീ കടന്നുപോയതെല്ലാം നിനക്കും കുടുംബത്തിനും അത്ഭുതകരമായ ഒന്നിനായുള്ള തയ്യാറെടുപ്പായിരുന്നു. നിനക്ക് പ്രിയപ്പെട്ടവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സമയം കളയരുത്. അതെല്ലാം മാറും. അവർക്ക് തിരിച്ചറിവും വിവേകവും ഉണ്ടാകും. നിനക്ക് ചുറ്റുമുള്ളവർ വൈകാതെ മാറും. ഞാൻ അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ഈ വെല്ലുവിളികൾ നിറഞ്ഞ സമയം അവസാനിക്കും. നിന്റെ കുടുംബം വീണ്ടും സന്തോഷം കണ്ടെത്തും. വീട്ടിൽ സമാധാനവും ഐക്യവും ഉണ്ടാകും. എന്നാൽ നിന്റെ എല്ലാ വിഷമങ്ങളും പ്രാർത്ഥനകളും ആദ്യം എന്റെ അടുക്കൽ കൊണ്ടുവരിക.
ഒന്നിനും നിന്നെ വിഷമിപ്പിക്കാനോ നിന്റെ സന്തോഷം കെടുത്താനോ അനുവദിക്കരുത്. ദയയോടെ സംസാരിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ആരുമായും താരതമ്യം ചെയ്യരുത്. അതെ, വീട്ടിൽ അനുസരിക്കേണ്ട നിയമങ്ങളുണ്ട്, പക്ഷേ ആരോടും കയർക്കരുത്. കുടുംബത്തെ തിരുത്തുന്നതിനു മുൻപ് ശാന്തനാകുക. എന്റെ വഴികാട്ടലിനായി ചോദിക്കുക. ഞാൻ നിന്നെ പ്രതീക്ഷയാലും ശക്തിയാലും നിറയ്ക്കാം. സ്നേഹത്തോടെ ഉപദേശം നൽകാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ ഉറങ്ങുമ്പോൾ പോലും ഞാൻ നിനക്ക് കാവലിരിക്കും. എന്റെ അത്ഭുതകരമായ പദ്ധതികളെക്കുറിച്ച് നിനക്ക് സ്വപ്നം കാണാൻ ഞാൻ എന്റെ ഉപദേശങ്ങളിലൂടെ നിന്നോട് സംസാരിക്കും. നീ സന്തോഷത്തോടെയും ശക്തിയോടെയും ഉണരും. ഏത് കാര്യത്തെയും ശാന്തമായി നേരിടാൻ നിനക്ക് കഴിയും. നിനക്ക് താങ്ങാൻ കഴിയാത്തതൊന്നും വരാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പോൾ എല്ലാം കൂടി ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കൂ. നിനക്ക് മുന്നോട്ടു പോകാൻ കഴിയും. കാരണം നീ വിജയത്തിലേക്കുള്ള വഴിയിലാണ്. എഴുന്നേൽക്കുക. കരയാതെയും പരാതിപ്പെടാതെയും കുറച്ചു ദൂരം കൂടി നടക്കുക. നിന്റെ പരിശ്രമത്തിനുള്ള പ്രതിഫലം നീ കണ്ടെത്തും. നിന്റെ വിശ്വസ്തതയ്ക്കുള്ള സമ്മാനം നിന്റെ അധ്വാനത്തിന്റെ ഫലം. അവസാനം വരെ പോരാടാനുള്ള നിന്റെ മനസ്സിനെ ഞാൻ മാനിക്കുന്നുവെന്ന് നിന്നെ അറിയിക്കാനുള്ള എന്റെ വഴിയാണിത്. തല ഉയർത്തിപ്പിടിച്ച് നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുക. പാമ്പുകളെയും തേളുകളെയും വഞ്ചകരായ പിശാചുക്കളെയും ചവിട്ടിമെതിക്കാൻ തക്ക ശക്തി ഞാൻ നിനക്ക് നൽകുന്നു. ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല. തളരാത്ത ആത്മവിശ്വാസത്തോടെയും തകർക്കാനാവാത്ത ആത്മാവോടും കൂടെ നീ നിൽക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ആഗ്രഹിക്കുന്ന മനോഹരമായ കാര്യങ്ങൾ ഉടൻ വന്നെത്തുമെന്ന ഉറപ്പ് നിനക്കുണ്ടാകണം. അതാണ് നിന്റെ വിശ്വാസം. ഓരോ പ്രഭാതത്തിലും കണ്ണു തുറക്കുമ്പോൾ നീ എനിക്ക് നൽകുന്ന വിശ്വാസം, അതെന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾ ഞാൻ ഇതിലൂടെ വെളിപ്പെടുത്തും. ഞാൻ നിന്നെ ആഴമായി കരുതുന്നു. നിന്നെ കാത്തിരിക്കുന്ന ശോഭനമായ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ സത്യം നീ മനസ്സിലാക്കുക. ജീവിതത്തിലെ വെല്ലുവിളികളെ പേടിക്കരുത്. ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒളിച്ചോടരുത്. എന്റെ കൈപിടിച്ച് എന്റെ വഴികാട്ടലോടെ കുഴപ്പങ്ങളെ ധീരമായി നേരിടുക. വികാരങ്ങൾക്ക് അടിപ്പെടുകയില്ലെന്നും രോഗങ്ങൾക്ക് നിന്നെ തടയാനാവില്ലെന്നും എനിക്ക് ഉറപ്പുതരിക. ഞാനാണ് നിന്റെ സൗഖ്യദായകൻ, നിന്റെ സംരക്ഷകൻ, നിനക്ക് എല്ലാം നൽകുന്നവൻ, നിന്നെ താങ്ങുന്നവൻ.